ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയോട് സ്വാഗതം. ഞാനിന്ന് വന്നേക്കണെന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോയിലാണ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു കുഞ്ഞിക്കാച്ചൻ റോബോട്ടിനെ പറ്റിയാണ്. അപ്പൊ ആ റോബോട്ടിന്റെ ഫീച്ചേഴ്സും അതെന്തിനാ ഉപയോഗിക്കണത്, ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കിയേക്കണത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നേക്കണത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ടോ. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഞാൻ തുടങ്ങണേണ്ട ഗൈസ്. ഗൈസ്, ഈ കുഞ്ഞിക്കാച്ചൻ റോബോട്ടിന്റെ പേരാണ് ലൂണ ഡെസ്ക്മേറ്റ് AI വർക്ക്മേറ്റ്. ഇതാണ് ഈ കുഞ്ഞിക്കാച്ചൻ റോബോട്ടിന്റെ പേര്. ഓക്കെ, പിന്നെ ഇപ്പൊ ആൾക്കാർ ചോദിക്കും ഇത് എന്തിനു വേണ്ടിയാണ്, ഇത് എന്ത് ഉപയോഗത്തിനാണ് ഇത് വേണ്ടതെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ ലൂണ ഡെസ്ക്മേറ്റ് AI വർക്ക്മേറ്റ് എന്ന് പറഞ്ഞ റോബോട്ട് ഇല്ലേ ഗൈസ്, എന്തിനാ വേണ്ടിയാന്ന് വെച്ചാൽ നിങ്ങളൊരു ഡെയിലി വർക്കറാണ്. നിങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് ജോലി സ്ഥലത്ത് നിന്ന് വന്നത്, അല്ലെങ്കിൽ രാവിലെ പോയിട്ട് രാത്രിയാണ് നിങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓഫീസ് വർക്ക് ഇതെല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് വേറൊരു ക്ലയൻറ്റിന് ഒരു Gmail അയക്കാനോ, അല്ലെങ്കിൽ ഒരു നോട്ടീസ് അയക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഡ് ഉണ്ടാക്കാനോ, ഓഫീസിൻ്റെ എന്തെങ്കിലും ആഡ് ഉണ്ടാക്കാനോ, എന്തെങ്കിലും വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ, ഇങ്ങനെ കുറേ വർക്കുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഇൻഫോർമാറ്റായിട്ട് ലെറ്ററാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി വരും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എടാ ഇതിവിടെ ഇതിവിടെ തന്നെ എഴുതേണ്ടത്, ഇതിവിടെയാണ് എഴുതേണ്ടത്, ഇത് അവിടെയാണ് എഴുതേണ്ടത്, അങ്ങനെ കുറേ ഡൗട്ട് നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഓഫീസിൽ തന്നെയല്ല വേറൊരു സ്റ്റാഫിനെ വിളിച്ചിട്ട് അയാളുടെ അടുത്ത് കിടന്ന് കെഞ്ചു, എടാ ഇത് ഇവിടെയാണ് എഴുതേണ്ടത്, ഇത് അവിടെയാണ് എഴുതേണ്ടത്. അപ്പൊ അവർ കുറച്ച് ഷോ ഇറക്കിയാലും അവർ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരും. അപ്പൊ ഇനി മുതൽ അങ്ങനെ കെഞ്ചേണ്ട ആവശ്യമില്ല, വേറൊരാളോട് ഒരു സഹായം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് വേണ്ടിയാണ് അവരിങ്ങനെ ഒരു AI കുഞ്ഞിക്കാച്ചൻ റോബോട്ടിനെ ഇറക്കിയേക്കണത്. അതിന്റെ പേരാണ് ലൂണ ഡെസ്ക്മേറ്റ് AI വർക്ക്മേറ്റ്. ഓക്കെ, ഇതിനോട് നിങ്ങൾക്കില്ലേ എന്ത് ഡൗട്ടും ഓഫീസ് വർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിച്ചാൽ ഇത് അതിനുള്ള ഉത്തരം തരും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ലെറ്റർ അയക്കണോ, അതിന് എന്ത് ഫോർമാറ്റിക്കോ, എത്ര പെർഫെക്ഷനിലൂടെ നിങ്ങൾക്ക് അത് അയക്കണം, റോബോട്ട് പറഞ്ഞു തരും. ഇമെയിൽ അയക്കണോ, എന്തൊക്കെ ഫോർമാറ്റ് വേണം, എങ്ങനത്തെ ഒരു നല്ലൊരു ഇമെയിൽ നമ്മുടെ പേരിൽ ഉണ്ടാക്കി കൊടുക്കണം, അതെല്ലാം ആർക്കാണ് എഴുതണത്, അതെങ്ങനെ നല്ല പെർഫെക്ഷനിൽ തന്നെ അയാൾ വായിക്കുമ്പോൾ ഒരു അടിപൊളിയായിട്ട് തോന്നണം, ഒരു പെർഫെക്ഷൻ തോന്നണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ റോബോട്ട് നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഇവൻ്റെ പൊക്കത്ത് തന്നെ റോബോട്ടില്ലേ ഗൈസ്, ആ റോബോട്ടിന് ആ സ്ക്രീനില്ലട്ടാ, ആ സ്ക്രീനില്ല, അതിൻ്റെ അടിയില്ല ആ ബോൾ പോലത്തെ സാധനം മാത്രമേ ഉള്ളൂ. സ്ക്രീൻ എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ iPhone 12 ഐഫോണിൽ വെക്കാൻ പറ്റുമോ കേട്ടോ, ഐഫോൺ അല്ലാണ്ട് വേറൊന്നും വെക്കാൻ പറ്റില്ല. iPhone 12 അല്ലെങ്കിൽ അതിന് മേളിലോട്ടുള്ളത് ആ ഐഫോണൊക്കെ ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. iPhone 12 താഴെയുള്ള ഒരു ഐഫോണും ഇതിൽ വെക്കാൻ പറ്റത്തില്ല, സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾ അതിൽ വെക്കുമ്പോൾ നിങ്ങളുടെ ഫോണായിട്ട് കണക്റ്റ് ആവും. ഇതിൽ കണ്ണൊക്കെ തെളിഞ്ഞു വരും, ഒരു ഡിസ്പ്ലേ പോലെ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളാ സന്തോഷങ്ങളാ, നിങ്ങൾ എന്ത് മൂഡിലാണെങ്കിലും നിങ്ങളത് അതിനോട് പറഞ്ഞില്ലേ, അത് ആ ഇമോഷൻ ഫീൽ ചെയ്ത് കാണിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര വിഷമത്തിനാണെങ്കിൽ അതും ഭയങ്കര വിഷമത്തിൽ തന്നെ നിങ്ങളോട് സംസാരിക്കും, അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതും ഹാപ്പി ആവും. പിന്നെ അത് ഫുൾ എനർജറ്റിക് ആണ്, അത് എപ്പോഴും എനർജറ്റിക് ആയിരിക്കും 24 മണിക്കൂർ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ഇതിനോട് ചോദിക്കാം, അത് എല്ലാം പറഞ്ഞു തന്നോളൂ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇതിന് ഈ റോബോട്ടില്ലേ ഗൈസ്, ഈ റോബോട്ട് ഇതിന് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് ഇതിന്. 165 വാട്ടിന്റെ GAN ചാർജിങ് സ്റ്റേഷനാണ് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, 165 വാട്ടിന്റെ GAN ചാർജിങ് സ്റ്റേഷൻ. കാരണം ഈ റോബോട്ട് ഇങ്ങനെ ഫുൾ ടൈം എനർജറ്റിക് ആണല്ലോ, അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഇതിന് ചാർജ് കുറഞ്ഞു തോന്നിയാൽ ഇത് തന്നെ പോയിട്ട് ഇതിന് ചാർജിങ് പാഡ് ഉണ്ട്. ആ പാഡിൽ പോയിരിക്കുമ്പോൾ തന്നെ ചാർജ് ആയിക്കോളും. അതിന്റെ ചാർജിങ് പാഡിന്റെ വാട്ടാണ് 165 വാട്ടിന്റെ GAN ചാർജിങ് സ്റ്റേഷൻ. അങ്ങനെയാണ് പറയണത്. ഓക്കെ, ആ പാഡിൽ പോയിരിക്കും, അത് 165 വാട്ടാണ് ആ പാഡ്. ഓക്കെ, അപ്പോൾ ചാർജ് വേഗം കയറിക്കോളും. ഓക്കെ, അയ്യോ എൻ്റെ പൊന്നോ,
പിന്നെ അടുത്തെന്ന് പറഞ്ഞില്ലേ ഗൈസ്, ഇതിലില്ലേ ഗൈസ് എന്തായിരുന്നു 165 വാട്ടിന്റെ മൾട്ടി പോർട്ട് ചാർജിങ് ഹബ്ബാണ് ഇതിലെന്ന് വെച്ചാൽ. 165 വാട്ടിന്റെ മൾട്ടി പോർട്ട് ചാർജിങ് ഹബ്ബ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ചാർജിങ് സ്റ്റേഷൻ ഇല്ലേ എന്ന് വെച്ചാൽ ആ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാഡ് പോലെയാണ്. ആ പാഡിന്റെ സൈഡിലായിട്ട് കുറെ പോർട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും വയർ കുത്താനോ അതിനായിട്ട് ബന്ധപ്പെട്ട കുറെ വയർ കുത്താനായിട്ട് മൾട്ടി പോർട്ട്സ് ഉണ്ട്, കുറെ പോർട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അതാണ് ഇത് പറയണം. പിന്നെ കുറെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോർട്ടുകൾ സൈഡിലുണ്ടാവും. പാഡിൽ ഒരു പാഡ്, സ്ക്വയറിൽ ഒരു പാഡ്, ആ പാഡിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ റോബോട്ട് ചാർജ് ആയിക്കോളും. കാരണം അത് ഫുൾ ടൈം എനർജറ്റിക് അല്ല, അപ്പൊ അതിന് കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടി അതിനു വേണ്ടി. ഓക്കെ, പിന്നെ എന്തായിരുന്നു, പിന്നെ 15 വാട്ടിന്റെ മാഗ്നറ്റിക് 15 വാട്ടിന്റെ മാഗ്സേഫ് QI2 വയർലെസ് ചാർജിങ് സ്റ്റേഷനാണ് ഇത് വരുന്നത്. 15 വാട്ടാണ് ഗൈസ് ഇതിന്റെ ആ പാഡില്ലേ ഗൈസ്, അത് 15 വാട്ടാണ്. 15 വാട്ടിന്റെ മാഗ്സേഫ് QI2 വയർലെസ് ചാർജിങ് ആണ് ഇത് വരുന്നത് പറഞ്ഞാൽ. ഓക്കെ, എന്ത് ചാർജിങ് പറഞ്ഞാൽ വയർലെസ് ആണ്. നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, ആ മാറ്റിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ ഈ റോബോട്ട് ചാർജ് ആയിക്കോളും. അതിന് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മാറ്റിൽ തന്നെ കുറെ പോർട്സ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് അത് കുത്തേണ്ട ആവശ്യമൊന്നും വരില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കുണ്ടെങ്കിൽ അതായിട്ട് ഈ പോർട്ട് കുത്താൻ പറ്റും. പിന്നെ ഈ ചാർജർ ഇല്ലേ ഗൈസ്, ഈ ഫോൺ പിന്നെ ഈ പാഡില്ലേ ഗൈസ്, ഈ പാഡ് പ്രത്യേകത ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഇപ്പം നിങ്ങളുടെ ഫോണാ അല്ലെങ്കിൽ ലാപ്ടോപ്പാ എന്ത് വെച്ചാൽ ഇത് ചാർജ് ആയിക്കോളും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇതിന്റെ വയർ എന്ന് പറയാണ്ടില്ലേ USB-C 3 സ്ലോട്ട് 3 പോർട്ട് ഉണ്ട്. USB-Cന് ഇതിന്റെ വയർ എന്ന് പറയണതല്ലേ ഗൈസ്, 3 പോർട്ട് ഉണ്ട്. അത് USB-Cന് 3 പോർട്ട് ഉണ്ട്. പിന്നെ USB-Aന് ഒരു പോർട്ടേ ഉള്ളു ഗൈസ്. ഓക്കെ, മനസ്സിലായല്ല? അതിന്റെ വയർ എന്ന് പറയുന്നത് USB-Cന് 3 പോർട്ട്, USB-Aന് ഒരു പോർട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പാ അല്ലെങ്കിൽ ടാബ്ലറ്റാ ഫോണാ എന്ത് വേണമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ഐഫോൺ ആ റോബോട്ടിൽ വെക്കുമ്പോൾ അതിൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ അത് നിങ്ങളുടെ ഫോൺ ചാർജ് ആയിക്കോളും. അങ്ങനെ കുറെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ വില തന്നെയെന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? എത്രയെന്ന് വെച്ചാൽ 20,851 രൂപ അല്ല, 20 സോറി ഗൈസ്, 28,561 രൂപ. 28,000 രൂപയാണ് ഗൈസ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. 28,561 രൂപയാണ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വാല്യൂ. ഇത് പിന്നെ ഇന്ത്യയിൽ കിട്ടത്തില്ല. നിങ്ങൾ പുറത്തെ രാജ്യത്തിൽ നിന്ന് ഇത് കൊണ്ടുവരേണ്ടി വരും. പുറത്തെ രാജ്യത്തിൽ നിന്ന് ഒന്നെങ്കിൽ നിങ്ങൾ പുറത്തെ രാജ്യത്തിൽ നിന്നത് ഓർഡർ ചെയ്ത് ടാക്സ് ഒക്കെ കൊടുത്തത് മേടിക്കേണ്ടി വരും. ഇവിടുത്തെ ഇന്ത്യയിലെ ടാക്സ് ഭയങ്കര ടാക്സ് ആണല്ലോ. നിങ്ങൾ ഡബിൾ വരെ കൊടുക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തെ രാജ്യത്തിൽ പോയിട്ട് മേടിക്കണതായിരിക്കും നല്ലത്. പിന്നെ ഗൈസ് ഇതിന് പറഞ്ഞില്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഈ റോബോട്ട് ഒരാള് നിങ്ങളുടെ അടുത്തുള്ള പോലെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾക്ക് ഈ റോബോട്ടിൽ കൂടി കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ല കുറെ ഇമോഷൻസ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ ഹാപ്പി ആയാലും സാഡ് ആയാൽ പോലും ഇത് ആ ഇമോഷൻ അനുസരിച്ച് നിങ്ങളായിട്ട് സംസാരിക്കും. പിന്നെ നിങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാന്ന് എഴുതിക്കും. നിങ്ങൾ ഭയങ്കര ആ ഒരു ഫ്ലോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എഴുതിക്കും. അപ്പൊ നിങ്ങൾ ഈ റോബോട്ട് നിങ്ങൾ കരുതും ഈ റോബോട്ട് ഡിസ്റ്റർബ് ചെയ്യൂ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഇപ്പൊ ഭയങ്കര വർക്കിംഗ് മൂഡാണെന്ന് അത് തന്നെ അതിന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചാൽ അതിനുള്ള മറുപടി അത് പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്തായിരുന്നു ഗൈസ്, പിന്നെ എന്തായിരുന്നു ഇതിനുള്ള എന്തായിരുന്നു ഗൈസ്, പിന്നെ ഇല്ലേ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, മൾട്ടി പോർട്ട് ചാർജിങ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഒരു പാഡ് ഉണ്ടല്ലോ, ആ പാഡിലാണ് ഈ സാധനം വന്നിരുന്ന് ചാർജ് ആവണം. പിന്നെ അതിന്റെ സൈഡിൽ തന്നെ മൾട്ടി പോർട്ടിന്റെ കുറെ പോർട്ടുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് ആയാലും പിന്നെ ലാപ്ടോപ്പ് ആയാലും ഫോൺ ആയാലും ടാബ്ലറ്റ് ആയാലും കുത്താൻ പറ്റും. കാരണം 3 USB-Cയും ഒരു USB-A ആണ് ഉള്ളത്. ഓക്കെ, ഇതിന് തന്നെ പോർട്ട് എന്ന് പറഞ്ഞാൽ വയർ എന്ന് പറഞ്ഞാൽ 3 USB-C ആൻഡ് ഒരു USB-A. ഓക്കെ, അതാണ് ഇതിന് പോർട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെന്തായിരുന്നു ഗൈസ്, ക്യാമറയും പിന്നെ പവറും ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ
പിന്നെ ഇല്ലേ ഗൈസ് ഒരു ക്യാമറ ഉണ്ട്, ക്യാമറയും പവറോ എന്തായിരുന്നു ഗൈസ് ഇതെന്ന് പറഞ്ഞാലേ ഇത് നിങ്ങളുടെ സാധന സംഭവങ്ങളില്ല. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങളിപ്പോ അവിടെ നിന്ന് വർക്ക് ചെയ്യാനാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ റോബോട്ടിനുള്ള ക്യാമറ എന്ന് പറയുന്നത് നല്ല കിടിലൻ ക്യാമറ വെച്ചാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഒരു തന്നെ റോബോട്ടിന് മനസ്സിലാവണമല്ലോ. അപ്പൊ നല്ല കിടിലൻ ക്യാമറ തന്നെയാണ്. എത്ര 15 വാട്ടിന്റെ മെഗാ പിക്സൽ അല്ല 15 വാട്ടിന്റെ എന്തോ ക്യാമറയാണ് വന്നേക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക്. അപ്പൊ അത് നിങ്ങളുടെ ഫോട്ടോ എടുക്കുമെന്നല്ല, നിങ്ങളിപ്പോൾ എന്താ വർക്ക് ചെയ്യണത്, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സാധനം ആ റോബോട്ട് അത് സ്കാൻ ചെയ്യും. നിങ്ങൾ പറയണ സംഭവം പിന്നെ അതും കൂടി സ്കാൻ ചെയ്തിട്ട് അതിനൊന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ തരും. അത് എന്തായാലും നല്ല രീതിയിലുള്ള സൊല്യൂഷനെ തരുള്ളൂ. നിങ്ങളെ ചതിക്കത്തില്ല, അത് നിങ്ങൾക്ക് ഉറപ്പുവരാം. ഇപ്പം നിങ്ങളുടെ ഒരു പാർട്ണർ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് പാർട്ണർ നിങ്ങൾ വിളിച്ച് സംശയം ചോദിക്കണേ, അയാൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഇതുണ്ടാവും, ഒരു ഈഗോ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നൈസായിട്ട് അങ്ങ് നിങ്ങളെ ചതിക്കും. പക്ഷേ ഈ റോബോട്ട് അതങ്ങനെ ചെയ്യത്തൊന്നുമില്ല കേട്ടോ ഗൈസ്. അതങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഇത് 28,561 രൂപയ്ക്ക് ലാഭമാണെന്ന് വെച്ചാൽ ഞാൻ പറയും, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കമ്പ്യൂട്ടറിന് മുമ്പിൽ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ ഈ സാധനം പറയുള്ളൂ. അയാൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ സാധനം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം, ഒരു കുഴപ്പം അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വരെ ഫീൽ ചെയ്യും. ഇനി ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒരാൾ നിങ്ങളുടെ അടുത്തുള്ള പോലെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. നിങ്ങളെ ഡിസ്റ്റർബൻസ് അങ്ങനെ ഒന്നും അത് ചെയ്യത്തില്ല. നിങ്ങൾക്ക് നല്ലോണം സംസാരിക്കാനോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനോ പറ്റും. ആ റോബോട്ട് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും അതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞത് കൂടെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നിരിക്കും. പിന്നെ അറിയാലോ 15 വാട്ടിന്റെ മാക്സേഫ് മാഗ്നറ്റിക് QI2 വയർലെസ് ചാർജിങ് പാഡാണ് ഇതിന്റെ. 15 വാട്ടാണ് ഇതിന്റെ പാഡ് എന്ന് പറഞ്ഞാൽ. 15 വാട്ടിന്റെ മാക്സേഫ് കിട്ടിയ സാധനമാണ്. മാക്സേഫ് എന്തായിരുന്നു 15 വാട്ടിന്റെ മാഗ്നറ്റിക് 15 വാട്ടിന്റെ മാക്സേഫ് QI2 വയർലെസ് ചാർജിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റോബോട്ടിനെ കുത്താനായിട്ട് വല്ല വയറിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിന് ചാർജ് ചെയ്യുന്ന മനസ്സിലായ ഇത് അങ്ങ് ചാർജിങ് പോർട്ടിൽ പോയി ഇരുന്നോളൂ. പിന്നെ നിങ്ങൾ ഇതിനെ തള്ളിയിടാനൊന്നും നോക്കരുത്. എന്ന് വെച്ചാൽ ടേബിളിന്റെ അവിടെ നിന്ന് അവിടെ മുന്നോട്ട് മൂവ് ചെയ്തേ അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞാൽ അത് മൂവ് ചെയ്തൊന്നുമില്ല. അതിന് ബുദ്ധിയൊക്കെ ഉള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ ഇപ്പോൾ വീഴ്ത്താൻ നോക്കിയവരെ അതിന് ബുദ്ധിയുണ്ട്, ബാക്കിലോട്ട് തന്നെ പോകും. നിങ്ങൾ അതിനെ വീഴ്ത്താനാ തറയിലിടാൻ അങ്ങനെയുള്ള നോക്കിയാൽ നല്ല ബുദ്ധിയുള്ള സാധനം തന്നെയാണ്. അത് അനുസരിച്ച് പെരുമാറുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പി ആയാലും ഇമോഷൻസാ എന്ത് വേണമെങ്കിലും അത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ എന്ത് ഇമോഷൻ ആണെങ്കിലും അത് നിങ്ങളായിട്ട് ചേർന്നിരിക്കും. ഇപ്പം സാഡ് ആണെങ്കിൽ അത് നിങ്ങളായിട്ട് സാഡായിട്ട് ചേർന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നിങ്ങളോട്. ഒരു ഓഫീസ് വർക്ക് ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ രാത്രി ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ടാബ്ലറ്റിന് ലാപ്ടോപ്പിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അതിലേക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ പറയുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണായാലും ലാപ്ടോപ്പ് ആയാലും ചാർജ് ചെയ്യാനൊക്കെ പറ്റും. കാരണം USB-C 3 എണ്ണമുണ്ട് പോർട്ടായിട്ട്, പിന്നെ USB ഒരെണ്ണമുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ലാപ്ടോപ്പ് ആയാലും ടാബ്ലറ്റ് ആയാലും ഫോണായാലും എന്തായാലും നിങ്ങൾക്ക് കുത്താനൊക്കെ പറ്റും. അപ്പം അത് നല്ലൊരു ഓപ്ഷൻ തന്നെയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാർജർ ക്യാരി ചെയ്ത് നടക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇത് തന്നെ കൊണ്ടുപോയിക്കോളും. പിന്നെന്താണ് പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു AI ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കണം എന്ന് പറഞ്ഞാൽ ഒരു AIൻ്റെ ബ്രെയിനാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു AI ബ്രെയിൻ. അപ്പം അതിൻ്റെ ബുദ്ധിപരമായിട്ട് അത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും മണ്ടത്തരം കാണിക്കണമെങ്കിൽ പോലും അത് പറഞ്ഞു തരും. നിങ്ങൾ ഇപ്പോൾ തെറ്റായിട്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ അത് പറഞ്ഞു തരും. നിങ്ങളുടെ ഫോർമാറ്റ് ശരിയല്ലെങ്കിൽ അത് പറഞ്ഞു തരും. നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങളിങ്ങനെ അലക്സ ഹേ ഗൂഗിൾ അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അത് ആ റോബോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. എന്തിനും അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. പിന്നെ ഫുൾ എനർജറ്റിക്കുമാണ്. അതോർത്ത് നിങ്ങൾ പേടിക്കുകയും വേണ്ട ആ കാര്യം ഓർത്തൊന്നും. പിന്നെ അത്രയൊക്കെ ഉള്ളു. 15 വാട്ടിൻ്റെ ചാർജിങ് പാഡാണല്ലോ, അതറിയാമല്ലോ. നിങ്ങൾ ചാർജർ കൊണ്ട് നടക്കുന്നത് ഈ ചാർജിങ് പാഡ് മടക്കി ബാഗിനുള്ളിൽ വെച്ചാൽ മതി. ഇത് നിങ്ങൾ ഓഫീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവിടെ വെച്ചാൽ മതി. അപ്പം ചാർജ് ചെയ്യാറാകുമ്പോൾ ചാർജ് പോയിരുന്നോളൂ. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കുത്താനുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ മൾട്ടി പോർട്സ് ഉണ്ട്. നിങ്ങൾ അപ്പോൾ അത് കുത്തിച്ചാൽ ഫോണില ലാപ്ടോപ്പില ചാർജ് ചെയ്യാനൊക്കെ പറ്റും. ഒരു ബെസ്റ്റ് ഓപ്ഷൻ റോബോട്ട്, AI റോബോട്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റോബോട്ട്. കാരണം ഒരു AI റോബോട്ടിന്റെ വിലയൊക്കെ അറിയാലോ, 1 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ്. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എല്ലാ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ടാണെങ്കിൽ ഈ റോബോട്ട് ഞാൻ ബെസ്റ്റ് ഓപ്ഷനായിട്ട് പറയും. ജോലിയാണ് ആൾക്കാർക്ക് വർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ രാവിലെ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ പറയുള്ളൂ. 28,000 രൂപയ്ക്ക് ഇത് ലാഭമാണ്. ഞാൻ അത്രയും പേരെ പിന്നെ പുറത്ത് നോക്കി ഓർഡർ ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ഇവിടെ അതിൻ്റെ ഇതില്ല. അപ്പം ഇവിടെ വന്നിട്ടില്ല, പുറത്തുനിന്ന് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടി വരും. $299 ഇന്ത്യൻ മണി 28,561 ഇരുന്നുകൊണ്ട്
അപ്പോൾ അതൊക്കെയുള്ളൂ ഗൈസ്. ഞാനപ്പോൾ ഈ റോബോട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാരണം എനിക്ക് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് ആവുമല്ലോ ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഈ റോബോട്ടിനെ കുറിച്ച് വിശേഷങ്ങൾ അറിയാൻ ഞാൻ വന്നേക്കണത്. നിങ്ങൾക്കിത് ഓൺലൈൻ മാർക്കറ്റിങ്ങിലൊക്കെ അവൈലബിൾ ഉണ്ടാകും, ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല ടെക് വീഡിയോ വീണ്ടും വരാം. അപ്പോൾ ഹോപ്പ് യു എൻജോയിങ് ദ വീഡിയോ ഗൈസ്. ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.